السلام عليكم ورحمة الله تعالى وبركاته. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. صل مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, മഹബത്ത് റസൂൽ എന്നതിനെ കുറിച്ച് അല്പം ചില വാക്കുകൾ പറഞ്ഞ് നാം ഉപസംഹരിക്കാം. നമുക്കെല്ലാവർക്കും ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹം വേണം. നമുക്കുള്ള ചങ്ങായിമാരാരൊക്കെയാണോ അവരോടൊക്കെ എല്ലാവരെക്കാളും സ്നേഹം വേണ്ടതാണ്. നമുക്കൊക്കെ ഒരു ചോദ്യം വരാനുണ്ട്. അതേ ഖബറിൽ ചെന്നാൽ അതേ നിന്റെ നബിയാരോടോ തുടങ്ങിയ ചോദ്യത്തിന് മറുപടി പറയാൻ അത് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചവർക്കല്ലാതെ അത് പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നാം എല്ലാവരും ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നവരാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിരറ്റ് സ്നേഹിച്ചവരായിരുന്നു. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു മഹാനവറുകളുണ്ടല്ലോ, ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു വിശന്ന് നടക്കുകയാണ്. അതേ ഈ സമയത്ത് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വിശന്ന് നടക്കുമ്പോഴാണ് സമയം രണ്ടുപേരും ഒരുമിച്ച് കൂടിയപ്പോൾ അതാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അബൂ അയ്യൂബുൽ അൻസാരി തങ്ങളുടെ വീട്ടിലേക്കൊന്ന് കടന്നു ചെല്ലാം. അങ്ങനെ രണ്ടുപേരും അതാ അബൂ അയ്യൂബുൽ അൻസാരി തങ്ങളുടെ വീട്ടിലേക്കൊന്ന് കടന്നു ചെന്നപ്പോൾ അവിടുന്ന് അതാ ഒരു ആടിനെ തയ്യാറാക്കുകയാണ്. അതേ അങ്ങനെ ആ ആടിനെ അറുത്ത് അതാ കറി വെച്ചുകൊണ്ട് ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വെച്ചപ്പോൾ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് കണ്ണുകളും കരയുകയാണ്, നിറഞ്ഞൊലിക്കുകയാണ്. അങ്ങനെ കൂടെയുള്ളവർ ചോദിച്ചു, നബിയെ എന്തിനാ തങ്ങൾ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ അതേ നബി തങ്ങൾ പറയുന്ന മറുപടി എന്താണ്, എന്റെ വീട്ടിലുള്ളവരും ഇതുപോലുള്ള ആഹാരം കഴിച്ചിട്ട് നാളുകളേറെയായി, അതുകൊണ്ട് ഞാൻ അവർക്കും കൊടുത്തിട്ടല്ലാതെ അവരും കഴിച്ചിട്ടല്ലാതെ ഞാനിത് കഴിക്കുകയില്ല. തത്സമയം അതാ വീട്ടിലുള്ളവരതാ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളുടെ വീട്ടിലേക്കും കൊടുന്നു കൊടുക്കുകയാണ്. അങ്ങനെ അവർ കഴിച്ചതിന് ശേഷം അത് ഉറപ്പായതിനു ശേഷമാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിച്ചത്. അപ്പോ നാം എല്ലാവരും ഒന്ന് ഓർക്കണം, ഈ വിഷയത്തിൽ എന്താണ് നമ്മുടെ തടി അങ്ങോട്ട് ക്ഷീണിച്ചതാകരുത്. നമ്മുടെ തടി മാത്രം നോക്കിക്കൊണ്ട് നടക്കരുത്, മറിച്ച് തന്റെ കുടുംബത്തിലുള്ളവരും അടുത്തുള്ളവർക്കും എല്ലാം കിട്ടിയിട്ടുണ്ടോ എന്നുള്ള എല്ലാം ഉറപ്പുവരുത്തിയിട്ടാണ് നാം എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങേണ്ടത്. തന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറക്കുന്നതിന് നമ്മളിൽ വെട്ടാലല്ല എന്ന് നമ്മളെല്ലാം ഭരിച്ചിട്ടുണ്ടല്ലോ. അത് അനുസരിച്ച് നാം എല്ലാവരും നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം പിൻപറ്റി ജീവിക്കണം എന്നുണർത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമുക്കെല്ലാവർക്കും ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാനും അവരോടുകൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നുണ്ട്. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.